കല്ലുമ്മക്കായ ഫ്രൈ ഞാൻ പ്ലേറ്റിലേക്ക് സർവ് ചെയ്യണേണ്. കല്ലുമ്മക്കായ പുഴുങ്ങിയിട്ട് എടുത്തിട്ടുള്ള ഇറച്ചിയാണ് ഇത് വെച്ചുള്ള റെസിപ്പിയാണ് ഞാനിവിടെ ഇത് ചെയ്യാൻ പോണത്. കണ്ട നല്ല വലിപ്പമുള്ള നല്ല കല്ലുമ്മക്കായുടെ ഇറച്ചി അതിന് വേണ്ടിയുള്ള മസാല കൂടി ഞാൻ തയ്യാറാക്കാൻ പോകണം. അതിന് വേണ്ടി ഞാൻ നല്ല വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി 4 കഷ്ണിച്ചത്, വെളുത്തുള്ളിയിൽ 4 കഷ്ണം, വേപ്പില കുറച്ച്, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ ഉപയോഗിക്കാം കേട്ടോ. നല്ല അരിവെള്ളം മുളക് പൊടി ആയതുകൊണ്ട് 1 ടീസ്പൂണാണ് എടുക്കുന്നത്. പൊടി 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടെ അരച്ചിട്ട് ഇതിനെ മസാല തയ്യാറാക്കാൻ പോവേണ്ട. ഇതിലേക്ക് കുറച്ച് വെള്ളം, ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കണം. എന്നിട്ട് വേണം അരയ്ക്കാനായിട്ട്. വേണ്ട കല്ലുമ്മക്കായ ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ ഈ ബൗളിലേക്ക് ഇടണേണ്ട. ഇതിലേക്ക് മസാല വറ്റാൻ പോവുകയാണ്. അരച്ചു വെച്ച മസാല വറ്റാൻ പോകും. മുളക് ഇങ്ങനെ പരറ്റാൻ വേണ്ടി നന്നായിട്ട് കുഴച്ച് കൊടുക്കണേ കേട്ടോ. കണ്ടോ നന്നായിട്ട് ഇതിൽ ഇതായിട്ടിരിക്കണം. എന്നാലേ വറക്കുമ്പോൾ ഫ്രൈ ആക്കുമ്പോൾ നല്ല ഒരു ഇത് കിട്ടുള്ളൂ. കണ്ടോ ആ പേസ്റ്റൊക്കെ നന്നായിട്ട് ഇങ്ങനെ പിടിക്കുള്ളൂ. കണ്ടോ മസാല അരച്ചത് ഈ മസാല നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചത് ഈ കല്ലുമ്മക്കായമ്മ പറ്റി വെച്ചിട്ട് ഞാൻ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടേ ഞാനിത് ഫ്രൈ ചെയ്യുള്ളൂ. എന്നാലേ ആ മസാലയുടെ ടേസ്റ്റ് നമുക്ക് ആ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുള്ളൂ. കല്ലുമ്മക്കായമ്മ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ കേട്ടോ. ഞാൻ വേപ്പില 4 അതിലിടേണ്ട തിളച്ച എണ്ണയിലേക്ക്. വറ്റി വെച്ച കല്ലുമ്മക്കായ ഞാൻ ഇതിലേക്ക് എണ്ണയിലേക്ക് ഇടുന്നതാണ്. മസാല നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യാൻ പോയിരുന്നു. ഞാൻ എൻ്റെ അടുത്ത ഭാഗം വേവാൻ വേണ്ടി മറിച്ചിടാൻ പോവുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. മറുഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതൊന്നും ഇവിടെ വാങ്ങാൻ കിട്ടൂല. ഞങ്ങൾ ചേറ്റുവായ്പ തൊട്ടാണ് വാങ്ങിയത്. ഈ റെസിപ്പി ഇടാൻ വേണ്ടി ഞങ്ങൾ ചേറ്റുവായ്പ തൊട്ടാണ് സാധനം വാങ്ങിയത്.
കായ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ പോകുന്നു. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കിട്ടാൻ കായ ഫ്രൈ ഞാൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യണേന്ന്. കായ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.